ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്, സൺഡേ വ്ളോഗാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ, സജഷൻ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിലായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് ക്യാൻറ്റീൻ പോകുന്നത്. ഏട്ടനാണ് എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ മക്കൾ പറഞ്ഞു ഇന്ന് സൺഡേ അല്ലേ അച്ഛാ, ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാലാളും പോയി കേട്ടോ. അപ്പോൾ അവനെ ട്രോളിൽ ഉരുട്ടിക്കൊണ്ടിരുന്ന കാഴ്ചയായിട്ടോ കാണുന്നത്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അവരെന്തോ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്യാൻറ്റീൻ്റെ ഉള്ളിലൊന്നും അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ചുറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ചുറ്റും പാർക്കുണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. പിന്നെ അതിന് ശേഷം ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയിട്ട് കളിച്ചോ, ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇവരെയും കൊണ്ട് നിൽക്കുന്ന ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ബില്ലടിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ എന്താ പുറത്ത് നല്ല പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ലൈഡും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും ഇല്ലത് കൊണ്ട് ഹാപ്പിയായി എല്ലാവരും. പിന്നെ ഇതാ വലിയ ആൾ ഊഞ്ഞാലാടുന്നു പറഞ്ഞപ്പോൾ എനിക്കും ആടണം എന്നിട്ട് താഴെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെടച്ച് താഴെ ഇറങ്ങിയായിരുന്നു. ഞാനായിട്ട് അവിടെ ഇറക്കി ഊഞ്ഞാലാട്ടി നോക്കി. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ ഇതാ ഫുള്ള് നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ക്യാൻറ്റീനിലും പിന്നെ അവിടെ ചുറ്റുമുള്ളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെയൊന്നും ഫോട്ടോ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 കേട്ടോ ഫുഡ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബാർബിക്യൂലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് 8 മണി ആയതുകൊണ്ട് എന്താ പറയുക, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേഗം ഒന്ന് ഓടിപ്പോകാമെന്ന് വിചാരിച്ചു. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ലുലു മോളിലായിരുന്നു, ലുലു മോളിൻ്റെ ഉള്ളിലായിരുന്നു ബാർബിക്യൂ നാഷൻ. അപ്പോൾ അവിടെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7:30 to 9:30 വരെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പീഡിൽ ഓടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിലൊന്നും അങ്ങനെ ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ മോനെയും കൊണ്ട് വേഗം ഓടി. ഞാനും മൂത്താളും ഇങ്ങനെ പുറകെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഏതായാലും വന്നതല്ലേ, അപ്പോൾ എപ്പോഴൊന്നും വരാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞങ്ങളിതാ ഉള്ളിലേക്ക് പോവാണ്. പിന്നെ ഇതാ ഇവിടെ എന്തോ ഫങ്ഷൻ, ചെറിയ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ, എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പം അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും 10:30 ആയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ക്ലോസ് ചെയ്തിട്ട് പോയി. അപ്പോൾ അതാ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ എന്താണെന്നും അറിയില്ല, അവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സിബിഷനാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ്. മോനെയും കൂട്ടി അങ്ങനെ പുറത്ത് പോകുന്നത് കുറവാണ് കേട്ടോ. അത് ഇവിടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ പുറത്ത് പോകുന്നത് കുറവാണ്. കാരണം അവൻ വിടത്തില്ല. ഫുഡ് കഴിക്കാനായാലും ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾക്ക് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, അവനെല്ലാം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് പിറകിൽ അവിടെ ഗെയിമും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനത് തിരിച്ച് വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. എൻ്റെ ഉള്ളിൽ അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പാട്ടൊക്കെ അവർ പാടിത്തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഹിന്ദി സോങ്ങാണ്. അപ്പോൾ അതൊക്കെ പാട്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതാ ഫസ്റ്റിന് നമുക്ക് ഫോർക്കും ഇതൊക്കെ കണ്ടപ്പോൾ, നൈഫൊക്കെ കണ്ടപ്പോൾ അവൻ അതെടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ആൾ, അവൻ നല്ല ത്രില്ലായിരുന്നു. അവൻ എന്താ പറയുക, അവൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ശേഷം എന്താ ഗ്രിൽഡ് ചിക്കനും അതുപോലെ തന്നെ പ്രോൺസ്, പനീർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ്. നമ്മൾക്ക് ഒരാൾക്ക് 1000 rupees എന്തോ ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഗ്രിൽഡാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവന് ചോക്ലേറ്റും കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ബാർബിക്യൂവിൽ. അപ്പോൾ ഗ്രിൽഡായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പ്രോൺസും പിന്നെ ചിക്കൻ ചില്ലി, അതുപോലെ പനീർ, സ്പൈസ്ലെസ് ആയിട്ടുള്ള ഫുഡൊക്കെ മോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെഡി ആയിട്ട് വരിക ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം മോനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കണ്ടപ്പോൾ നമ്മളെ കൺട്രോളും പോയി. അപ്പോൾ വീഡിയോ ഫോട്ടോസൊക്കെ അധികം എടുക്കാനും വിട്ടുപോയി കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും നല്ല ടേസ്റ്റായിട്ട് ആദ്യമായിട്ട് കഴിക്കുകയാണ്. എനിക്കങ്ങനെ ഇവിടുത്തെ ഫുഡൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നാട്ടിലത്തെ ഫുഡാണ് എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക്
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്